നമസ്കാരം. എന്താണ് കാർണിറ്റിൻ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? പലരും എക്സസൈസ് ചെയ്യുന്നവരും അത്ലറ്റ്സിനും ഒക്കെ തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ഇതൊരു അമോണിയം കോമ്പൗണ്ട് ആണ്. പലപ്പോഴും നമ്മുടെ ഫാറ്റ് മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടെയാണ്. ഇത് ഓരോ ആളുകളിലും വ്യത്യാസപ്പെട്ടിരിക്കും. പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻസിൽ ഇത് കൂടുതലും വെജിറ്റേറിയൻസിൽ കുറവുമായിട്ടാണ് കോമൺ ആയിട്ട് കാണാറുള്ളത്. എങ്കിലും ചില കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അത് ലിവർ സിറോസിസ് പോലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ചില ഇൻഫെക്ഷൻസ് പിടിപെട്ടാലോ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ കാർണിറ്റിൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അത് ചിലപ്പോൾ ചില ജനറ്റിക് മ്യൂട്ടേഷൻ കൊണ്ടും ആവാം. അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ഈ ഒരു കാർണിറ്റിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് ശരീരത്തിന്. ബ്രെയിനും ലിവർ, കിഡ്നി തുടങ്ങിയ ഇത്തരം അവയവങ്ങളൊക്കെ ഈ കാർണിറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാർണിറ്റിൻ അടങ്ങിയിട്ടുള്ള ഈ ഒരു സപ്ലിമെന്റ് ഏതാണ് എന്നുള്ളതെന്ന് പരിചയപ്പെടാം. ഫാറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അടിപൊളി ഡ്രോഫീസ് ഡ്രിങ്ക് ആണെന്ന് തയ്യാറാക്കുന്നത്. അത് ഫസ്റ്റ് ആൻഡ് ആപ്പിൻ്റെ ലീൻ ബോഡി എൽ കാർണിറ്റിൻ 2000 mgയുടെ ഡ്രോഫീസ് ഡ്രിങ്ക് ആണ്. ഇതിന് ഹെൽത്തി വെയ്റ്റ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ പോയിൻ്റ്. അതുപോലെ തന്നെ ഫാറ്റിനെ ഉരുക്കിക്കളയാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവുകൂടെ ഉള്ളതുകൊണ്ട് ലെമൺ ഫ്ലേവറിലാണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഇത് നമ്മൾ സാധാരണയായിട്ടൊരു 30 ദിവസമൊക്കെ തന്നെ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കാണാറുണ്ട്. ഫാറ്റിനെ എല്ലാം എനർജിയാക്കി കൺവേർട്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇത് 100% വെജിറ്റേറിയൻ ആയിട്ടുള്ളതാണ്. ഇനി ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 2 ടാബ്ലറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഒരു 250 ml വെള്ളത്തിലേക്കാണ് ചേർക്കേണ്ടത്. നന്നായിട്ട് ഡിസോൾവ് ചെയ്തല്ല അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കുടിക്കേണ്ടത്. ഇനി സാധാരണ നിങ്ങളിത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഈ ഒരു ഡ്രിങ്ക് കുടിക്കണം. ഇത് നമുക്ക് ആ ഒരു എനർജി ലെവലിൽ വരുന്ന വ്യത്യാസം കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർണിറ്റിൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മസിൽസിൻ്റെയൊക്കെ തന്നെ ആ ഒരു സ്ട്രെങ്ത്തിനും റിപ്പയർമെൻറ്റിനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഇതിന് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഒരു കൂപ്പൺ കോഡ് കൂടെ കൊടുക്കാം. അത് ഉപയോഗിച്ച് വാങ്ങിച്ചാൽ ചെറിയൊരു ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ നല്ലൊരു ഡ്രിങ്കാണ്. വളരെയധികം ഫ്ലേവറുള്ള ലെമൺ ഫ്ലേവർ ഉള്ളതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ളതാണ്. ഒരു 30 days ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് മുട്ട, ഇറച്ചി, മത്സ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് കാർണിറ്റിൻ കൂടുതലായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിന് ഇതൊരു പ്രോബ്ലമാണ്, പലപ്പോഴും കുറവായിട്ട് കാണാറുണ്ട്. അപ്പോൾ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ചില സപ്ലിമെൻറ്റ്സ് ഒക്കെ തന്നെ നമുക്കിത് സ്വീകരിക്കാൻ പറ്റും. അപ്പം ഈ കാർണിറ്റിൻ കൊണ്ട് ഒരു പരിധിയിലധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലർക്കൊക്കെ തന്നെ ചില സൈഡ് എഫക്ട്സും കാണാറുണ്ട്. ഫുഡിലൂടെ ഒന്നും തന്നെ നമുക്ക് അതിൻ്റെ ശരിയായ ഇൻടേക്ക് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കാർണിറ്റിൻ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാലും, ഇനി കുറവാണെന്ന് തോന്നുന്നത് എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പകാലം മുതൽക്ക് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. എൻസെഫലൈറ്റിസ്, അതായത് നമ്മുടെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ വലിപ്പം കൂടുതൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴും തന്നെ ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടിരിക്കുക, ബ്ലഡ് ഷുഗർ ലെവൽ വളരെ താഴ്ന്നിരിക്കുക, ഇത്തരം കണ്ടീഷൻസിലും അതുപോലെ മസിൽസിൻ്റെ വീക്ക്നെസ് വളരെ ശോഷിച്ച പോലെയോ ബലമില്ലാത്ത പോലെയോ ഒക്കെ തന്നെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാർണിറ്റിൻ്റെ കുറവും ഉണ്ടാവാം. അപ്പോൾ ഇത് നമുക്ക് സപ്ലിമെൻറ്റ്സിലൂടെ കിട്ടാൻ പറ്റും. അതിന് നമുക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ് ഞാനിവിടെ പരിചയപ്പെടുത്താം കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 30 ദിവസത്തിനാണ് ഈ ഒരു പ്രൊഡക്ഷൻ്റെ കാര്യം പറയുന്നത്. അത് ഒരുപാട് നാൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കാര്യമായാലും ഒരു പരിധിയിൽ കൂടുതൽ, ചിലർക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് വർഷങ്ങളോളൊക്കെ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇനി വല്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്, എന്തിനെങ്കിലും മെഡിസിൻ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന അതേ ഡോക്ടറെ തന്നെ പോയി കണ്ടിട്ട്
അഡ്വൈസ് സ്വീകരിച്ചിട്ട് ഏത് കാര്യങ്ങളും പുതുതായിട്ട് പരീക്ഷിക്കാൻ പാടുള്ളൂ. കാർണിറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് തന്നെ കൂടുതൽ ഫാറ്റി ആസിഡ്സിനെ നമ്മുടെ കോശങ്ങളിലേക്കൊക്കെ തന്നെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പലപ്പോഴും ഈ അത്ലറ്റ്സ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എക്സസൈസ് ഒക്കെ ശീലിക്കുന്നവരും ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മസിലിനെയൊക്കെ തന്നെ ബാധിക്കാറുണ്ടല്ലേ. ആ മസിലിൻ്റെ കേടുപാടുകളൊക്കെ തീർക്കാനും ഒക്കെ തന്നെ ഇതൊരു കാര്യം സഹായിക്കുന്നുണ്ട്. പിന്നെ പല പഠനങ്ങളിലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചായാലും അത് ഈ ഫാറ്റി ആസിഡ്സിനെ കൂടുതലായിട്ട് മൂവ് ചെയ്യിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. നേരിട്ടത് പെട്ടെന്ന് വെയിറ്റ് ലോസിന് സഹായിക്കുന്നു എന്നുള്ളത് പല പഠനങ്ങളും ഇല്ല എന്നുള്ളതും പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്, നന്നായിട്ട് ബോഡിയെ വ്യായാമം ചെയ്യിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഫാറ്റിനെ കുറയ്ക്കാനും പെട്ടെന്ന് ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം ഒരു 4-5 കിലോ ഒക്കെ തന്നെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കാര്യമായാലും നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൂടുതൽ ഡയറ്റിലും എക്സസൈസിലും ഒക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് കൂടെ തന്നെ ഇത് ചില ഫ്രൂട്ട്സിൽ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ. അവക്കേഡോ, ഓറഞ്ച് തുടങ്ങിയിട്ടുള്ള ചില ഫ്രൂട്ട്സിൽ നിന്നും, അതുപോലെ പഴം, ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. കാലും കൈയിലേക്കൊക്കെയുള്ള രക്തയോട്ടം കുറയുമ്പോഴൊക്കെ തന്നെ നമുക്ക് മസിൽസിലേക്കും രക്തയോട്ടം പൊതുവെ കുറവായിരിക്കും. അപ്പോൾ അതിനൊക്കെ കൂട്ടാനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു 2000 mg 2000 മില്ലിഗ്രാം വരെയൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ മാക്സിമം ഡോസാണ്, അതിൽ കൂടുതലില്ല, കഴിക്കരുത്. അപ്പം കഴിയുന്നത് ഒരു 500 മില്ലിഗ്രാം ഒക്കെ തന്നെ പലവിധ വൈറ്റമിൻസിൻ്റെ കൂടെ തന്നെ ഇതിപ്പം ചേർത്ത് നമ്മുടെ ഫാർമസികളിലൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഇത് ഒരുപാടേറെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ വളരെ ചെറിയ ചെറിയ സൈഡ് എഫക്ട്സുകളും പറയുന്നുണ്ട്. നമ്മളൊരു വർഷങ്ങളോളമൊക്കെ ഇതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചില വായിലൊക്കെ തന്നെ ഡ്രൈനെസ് ഫീൽ ചെയ്യുക, അതുപോലെ വയറിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ, ബ്ലോട്ടിങ് പ്രശ്നങ്ങൾ, വയറിലെച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കാണപ്പെടാറുണ്ട്. പക്ഷെ നോർമൽ ഈ പറഞ്ഞിട്ടുള്ള ഒരളവിൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടാവില്ല. വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാർണിറ്റിൻ എന്നുള്ള സപ്ലിമെൻറ്റ് നിങ്ങൾക്ക് ഒരുപാടേറെ ഗുണകരമായിട്ടുള്ളതായിരിക്കും. അപ്പം ഇതുപോലെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം ഈ സപ്ലിമെൻറ്റ് നിർത്തിക്കഴിഞ്ഞാലും ആ ഒരു ഡയറ്റും നമ്മുടെ എക്സസൈസും എല്ലാം ഒരുപോലെ തന്നെ ഫോളോ ചെയ്യും. ഇതടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. കാർണിറ്റിൻ ശരീരത്തിൽ കുറയുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചതിന് ശേഷം ഇതുപോലുള്ള ഡയറ്റും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.